ആക്ച്വലി ഒത്തിരി സിനിമകൾ എനിക്കൊന്നൊരു മിക്ക ആക്ടേഴ്സുമായിട്ട് ഓൾറെഡി അഭിനയിച്ചു കഴിഞ്ഞു വിനയ് ഫോർട്ട് അല്ലേ. ഫോർ ദാറ്റ് മാറ്റർ ഈ ഡുവോ സീൻസ് ആണ് കൂടുതലും ഐ തിങ്ക് കുറച്ച് ഹിറ്റ് ആവുന്നത് വിനയ് ഫോർട്ടിന്റെ അല്ലേ. അതിനകത്ത് എനിക്കൊന്ന് ശ്രീനിവാസൻ ആൻഡ് യുവർ കോമ്പിനേഷൻ സംതിങ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. അതെന്താണ് നിങ്ങൾ തമ്മിലുള്ള റാപ്പോ? ഒന്നുമില്ല, ഞാൻ ഒരു വ്യക്തി എന്നുള്ള തലത്തിലും ഒരു റൈറ്റർ എന്നുള്ള തരത്തിലും ഒരു ഡയറക്ടർ എന്നുള്ള തരത്തിലും ഒരു ആക്ടർ എന്നുള്ള തരത്തിലൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്നു. ഇൻഡസ്ട്രിയിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തതിൽ എനിക്ക് ഇനിയും ഏത് സീനിയർ ആക്ടറിൻ്റെ ഒപ്പമാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ സീനിയറിൻ്റെ പേര് പറയും. കാര്യം എന്താ, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പൊതുവെ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പം റീസെൻ്റ്ലി ആളുകൾ പറഞ്ഞു ഞാൻ ചെമ്മൻ ചേട്ടനും കൂടെ ചെയ്യുന്ന വർക്ക്. അപ്പോൾ സിനിമയിലും ജീവിതത്തിലും എനിക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു വ്യക്തിയാണ് ചെമ്മൻ ചേട്ടൻ. അല്ലെങ്കിൽ ഞങ്ങൾ പ്രേമത്തിൽ സൗബിൻ്റെ ഒപ്പം വർക്ക് ചെയ്തു, കൊഹിനൂറിൽ പിന്നെയും ചെമ്മൻ ചേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ നമ്മളോട് മാനസികമായിട്ട് ഭയങ്കര അടുപ്പമുള്ള ആളുകളാണ്. പിന്നെ ഇവരെല്ലാവരും എന്നേലും മികച്ച ആക്ടേഴ്സാണ്. അപ്പോൾ ഓൺ സ്ക്രീൻ വരുമ്പോൾ നമ്മൾ ഇവരുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യുമ്പോൾ വേറൊരു ആംഗിളിൽ ഭയങ്കര ഒരു ഓട്ടോമാറ്റിക്കലായി കെമിസ്ട്രി വർക്ക് ആവും. പിന്നെ മനസ്സുകൊണ്ടിട്ടുള്ള സ്നേഹം എപ്പോഴും റിഫ്ലക്ട് ചെയ്യും. റാപ്പിഡ് ഫയർ റൗണ്ട്. ഓക്കെ, റെഡി? യെസ്. മോണോ ആക്ടർ. യെസ്. ഓക്കെ, ഞാൻ വേറൊരാളുമായി പ്രേമത്തിലാണെന്ന് അവൾ പറഞ്ഞു. യുവർ റിയാക്ഷൻ? ഓക്കെ, നോ പ്രോബ്ലം. അത്രേ ഉള്ളൂ? ഇല്ല, അത് വിഷയമാണെന്നറിയോ, അത് ഇപ്പോഴാണെങ്കിൽ എന്റെ എക്സ്പ്രഷൻ ഞാൻ കുറച്ച് സട്ടിലായിട്ടാ. ബ്രേക്കപ്പ് സീൻ വിത്ത് ഫ്രണ്ട്സ് അടിച്ചു പിരിയാണ്. എന്നാലും വിനയ് ഇങ്ങനെ വേണ്ടായിരുന്നു, എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, ഇതാണ് വിഷയം. അതായത് ഇപ്പോ നിങ്ങളുടെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ തോന്നുന്നു. എപ്പോഴെങ്കിലും നിങ്ങളത് ഇപ്പൊ എന്താ പറയാ, ഇനി നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോ ഫോൺ ചെയ്തോളൂ. ഭാര്യ പറയുന്നു ലേറ്റ് ആയിട്ട് വന്നു ചേട്ടൻ, എങ്ങനെയാണ് സമാധാനിപ്പിക്കുന്നത്? പരസ്പര ധാരണയാണല്ലോ ബന്ധങ്ങളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ല, സീരിയസ്ലി ഞാൻ പറയാം. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാര്യം നമ്മൾ ഇവരുടെ കറങ്ങാൻ പോയിട്ടൊന്നും ലേറ്റ് ആകാറില്ല. നമ്മൾ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട്. ഇൻ കേസ് ലേറ്റ് ആയാൽ തന്നെ ഭാര്യ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നോ സ്കോപ്പ് ഫോർ മെലോ ഡ്രാമ. വിനയ് കുമാർ വിനയ് ഫോർട്ടായി ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ട് ഒത്തിരി ചേഞ്ചസ് വന്നു എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ എന്ത് മാറ്റം ആൻഡ് വൈ? ഞാൻ ഭയങ്കര ഒരു നടനോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹ്യൂമൻ ബീയിങ് ഒന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ അത്ഭുതം എന്ന് പറയുന്ന വളർച്ചകളൊന്നും ജീവിതത്തിലോ അല്ലെങ്കിൽ കരിയറിലോ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് വർക്കിലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്നത്, തീർച്ചയായിട്ടും ഒരു വ്യക്തി എന്നുള്ള തലത്തിലും ഒരു ആക്ടർ എന്നുള്ള തരത്തിലും നമ്മൾ, അതായത് ഭയങ്കര ഇമൻസ് ഗ്രോത്ത് ഇല്ലെങ്കിൽ കൂടി മെല്ലെ മെല്ലെ വളരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ജാനുവരി 13th is your birthday. 13th ഒരു ലക്കി നമ്പർ ആണോ അൺലക്കി നമ്പർ ആണോ? ഞാൻ ഇതാണോ എന്താ പറയുക, ഞാൻ ജീവിതത്തിന് ഒരിക്കലും കോംപ്ലിക്കേറ്റ് ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്പേഴ്സിലോ ഞാൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല. ഒരു ഫ്രാങ്ക് ആൻഡ് ട്രാൻസ്പെറന്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ക്യാരക്ടറാണ് വിനയ് ഫോർട്ട്. അതുകൊണ്ട് എപ്പോഴും മലയാളം ഇൻഡസ്ട്രിയിൽ യു വിൽ ലൂസ് ഔട്ട് ഓൺ മൂവീസ് എന്ന് പറയുവാണെങ്കിൽ ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ഓക്കെ, ആഫ്റ്റർ പ്രേമം ആൻഡ് കൊഹിനൂർ എല്ലാം ഇത്രയും സിനിമകൾ കഴിഞ്ഞു, യുവർ ഫേസ് വാല്യൂ ഓർ സാറ്റലൈറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? സാറ്റലൈറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോന്ന് നിങ്ങൾ സ്വന്തം ചാനലിനോട് ചോദിക്കേണ്ട കാര്യമാണ്. ഫേസ് വാല്യൂ തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമം എന്ന് പറയുന്നത് പ്രേമം ചരിത്രമായിരുന്നു. അല്ലെങ്കിൽ ഏറ്റവും അത്ഭുതം ഉണ്ടാക്കുന്നത് ഒരുപാട് നോൺ മലയാളീസ് എനിക്ക് മറ്റേ മെസ്സേജ് ഇറക്കുകയും പലപ്പോഴും കാണുമ്പോൾ, ഇപ്പം ഞാൻ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് കന്നഡിക ആളുകൾ അല്ലെങ്കിൽ ഹിന്ദിക്കാരൊക്കെ വന്നിട്ട് ഒരുമിച്ച് സെൽഫിയൊക്കെ എടുത്തു. അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും പ്രേമം കണ്ട ആളുകളുണ്ട്. അപ്പോൾ പ്രേമം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം തീർച്ചയായിട്ടും ഫേസ് വാല്യൂ അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ നമ്മൾ കൂടുതൽ പോപ്പുലർ ആയിട്ടുണ്ട്. താങ്ക്സ് ടു അൽഫോൺസ് പുത്രൻ, താങ്ക്സ് ടു അൻവർ റഷീദ്. ഓക്കെ, അഭിനയിക്കുന്ന സിനിമകളിൽ വേറൊരാൾ ഡബ് ചെയ്യണമെന്ന് ഡയറക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അപൂർവരാഗം എന്ന് പറയുന്ന സിനിമയിൽ ഞാനല്ല ഡബ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ശബ്ദം കട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഡബ് ചെയ്യിച്ചില്ല സിനിമയിൽ. ഒരുപാട് സങ്കടവും വിഷമമൊക്കെ തോന്നിയിരുന്നു. ഞാൻ പണ്ട് എൻ്റെ മ്യൂസിക് ടീച്ചറിനോട് ചോദിച്ചിട്ടുണ്ട്, ശബ്ദം എങ്ങനെയായതുകൊണ്ട് സാർ ഇത് ഈ ശബ്ദം കുറച്ചുകൂടി മാറ്റാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഒട്ടും ഇംപ്രസ്ഡ് ആയിരുന്നില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അതായത് നീ ഈ ശബ്ദം നിനക്ക് എന്തെങ്കിലും ബ്ലെസ്സിങ് ആവുന്നുള്ളത്. അപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിൽ അത് തെളിയിക്കപ്പെട്ടു. ഈ കുതിരയും കഴുതയൊക്കെ ഒരൊറ്റ ഫാമിലിയിലാണല്ലോ. സ്റ്റീവൻ സ്പിൽബർഗ്, സത്യജിത് റേ, അടൂർ ഗോപാലകൃഷ്ണൻ, ഇവരുടെ എല്ലാം മഹത്തായ സൃഷ്ടി ഉണ്ടായിരിക്കുന്ന 30കളിൽ
അമേരിക്കയിൽ വന്ന് മലയാള പടം പിടിക്കുന്നു. നിനക്കൊക്കെ എന്നാത്തിന്റെ കടിയാ?